എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. മക്കളെ, നിങ്ങളുടെ ഡിഗ്രി ലെവൽ പ്രിപ്പറേഷൻ ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അതായത് ഒരുപാട് ആൾക്കാർ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും സബ് ഇൻസ്പെക്ടറും വേണ്ടിയിട്ട് കുത്തിയിരുന്ന് പഠിക്കുന്നവരുണ്ട്. അവരൊക്കെ തീയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് മുമ്പിലേക്ക് പോവുക. അതായത് നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങിയ സമയത്ത് നിങ്ങൾക്ക് എത്ര ആവേശമുണ്ടോ, എത്ര ഫയർ നിങ്ങളുടെ മനസ്സിലെത്തുണ്ടോ, ആ ഫയർ ഒരു തരി പോലും കെടാതെ നിങ്ങൾ എന്ത് ചെയ്യുക, മുമ്പിലേക്ക് കൊണ്ടുപോവുക. എക്സാം ഡേറ്റ് വന്നായിരുന്നു. എക്സാമിന്റെ ഡേറ്റിംഗ് എത്തിയായിരുന്നു മെയ് 24-ന്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടറിന്റെ ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസിന്റെ എക്സാം നടക്കാൻ പോവുകയാണ്. മൊത്തം 4 ഘട്ടങ്ങളിലായിട്ടായിരിക്കും എക്സാം നടക്കാൻ പോകുന്നത്. അതിന്റെ ആദ്യ ഘട്ടം എപ്പോൾ നടക്കുന്നു? ഈ വരുന്ന മെയ് 24-ന് നടക്കുകയാണ്. ഇതാ കണ്ടായിരുന്നോ, മെയ് 24 ശനിയാഴ്ച. ഓക്കെ, അത് കഴിഞ്ഞ് അതിന്റെ എത്ര പേരാണ് അപ്ലൈ ചെയ്തത്? 4,57,900 ആൾക്കാരാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനായിട്ട് എന്ത് ചെയ്തത്, അപ്ലൈ ചെയ്തത്. അപ്പൊ ഇവിടെ സമയം നോക്കുക, 1.25 മണിക്കൂറാണ് എക്സാമിന്റെ സമയം. അതായത് എൽ ഡിക്ക് വരെ 1.5 മണിക്കൂർ സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഡിഗ്രി പ്രിലിംസിന് 1.25 മണിക്കൂറാണ് സമയം. നിങ്ങളുടെ പ്രിപ്പറേഷൻ നന്നായിട്ട് പോകുന്നു. നിങ്ങൾ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, നിങ്ങൾ പഠിക്കാനായിട്ട്. അതായത് ഒന്ന്, നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഉറപ്പിക്കുക ആ ടോപ്പിക്ക് ഏറ്റവും നല്ല മെറ്റീരിയൽ ആണ്, എല്ലാ പോയിന്റ്സും ഉള്ള ഒരു മെറ്റീരിയൽ ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഒരു എൽ ഡി റേഞ്ചിലുള്ള മെറ്റീരിയൽ കൊണ്ട് നമ്മൾ പോയാൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിഗ്രി ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. കാര്യം NCERT ആണ് നമ്മൾ എന്താക്കേണ്ടത്, നമ്മൾ അവിടെ ബേസ് ആക്കേണ്ടത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ ഒരു കോച്ചിങ് സെന്ററിൽ പോവുകയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഒരു കോച്ചിങ് സെന്ററിൽ നിങ്ങൾ പോകുന്നു. അവിടെ 2 ബാച്ച് ഉണ്ട്. ഒരു എൽ ഡിയുടെ ബാച്ച് ഉണ്ട്, ഒരു ഡിഗ്രിയുടെ ബാച്ച് ഉണ്ട്. അപ്പൊ എൽ ഡി ക്ലാസ് എടുക്കാൻ കയറിയ ഫാക്കൽറ്റി നേരെ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞ് നേരെ എന്ത് ചെയ്യുന്നു, ഡിഗ്രി ബാച്ചിലേക്ക് കയറുന്നു. ഇവിടെ 2 ക്ലാസ്സിലും കൊടുക്കുന്നത് ഒരേ നോട്ടാണെങ്കിൽ, ഒരേ കോൺസെപ്റ്റ് ആണ്, ഒരേ നോട്ടാണെങ്കിൽ അയാൾക്ക് ഒരു സ്റ്റുഡന്റിന് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നത്? എങ്ങനെ ഒരു അഡ്വാൻസ്ഡ് റേഞ്ച് എക്സാമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും? എങ്ങനെ നമുക്ക് ആ മെറ്റീരിയൽ നമുക്ക് പഠിച്ച് എക്സാമിനെ നമുക്ക് എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്യാൻ പറ്റും? ബുദ്ധിമുട്ടായിരിക്കും, ശരിയല്ലേ? നമ്മൾ ഡിഗ്രി ലെവലിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ട് ഡിഗ്രി ലെവൽ കോച്ചിങ് തന്നെ അല്ലെങ്കിൽ മെറ്റീരിയൽസ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഫോക്കസ് ചെയ്യണം. ഓക്കെ, എന്നാലേ നമുക്ക് ആ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ സൂപ്പർ നോട്ട്സ് ഇപ്പൊ ഒരു എന്റെ മനസ്സിനകത്ത് ഒരു വലിയ കാര്യം തന്നെയാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ 50 ടോപ്പിക്കുള്ള നോട്ട് ആയിക്കോട്ടെ, കുറച്ച് നോട്ട്സ് അല്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ഹോൾ ടീമിന്റെ ഒരു വലിയ റിസർച്ചിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 50 ടോപ്പിക്കുകൾ, കഴിഞ്ഞ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ചോദിച്ച 50 ടോപ്പിക്കുകൾ, ഏറ്റവും അധികം ആവർത്തിച്ച 50 ടോപ്പിക്കുകൾ, ചോദിച്ചത് ഞാൻ പറയുന്നില്ല, ഏറ്റവും അധികം ആവർത്തിച്ച 50 ടോപ്പിക്കുകൾ നമ്മൾ 2020 മുതൽ 2025 വരെയുള്ള 5 വർഷങ്ങൾ എടുക്കുകയാണെങ്കിൽ 39 ഡിഗ്രി ലെവൽ പരീക്ഷകളാണ് ആകെ കഴിഞ്ഞത്. അതിനകത്ത് 11 ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം എന്താണ്, ഡിഗ്രി മെയിൻസ് ആയിരുന്നു. അപ്പൊ ഈ 11 ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ അനലൈസ് ചെയ്താൽ അതിനകത്ത് ഏറ്റവും അധികം ആവർത്തിച്ച 50 ടോപ്പിക്കൽ, മുമ്പ് ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ആവർത്തിച്ച 50 ടോപ്പിക്കൽ. ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നില്ല, ആവർത്തിക്കുന്നില്ല. ഈ കാണുന്ന 50 ടോപ്പിക്സ് ഞാൻ ഇവിടെ സൈഡിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതായത് 11 ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ എത്ര തവണ ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തു, എത്ര മാർക്കിന് റിപ്പീറ്റ് ചെയ്തു, അതാണ് ഇവിടെ സൈഡിൽ ഇട്ടേക്കുന്ന മാർക്ക്. ഓക്കെ, അങ്ങനെ ഒരു മുമ്പ് ഞാനൊരു സെഷൻ ചെയ്തിട്ടുണ്ട്. ഈ 50 ടോപ്പിക്കുകളുടെ നോട്ട്സ് നമ്മൾ ടെലഗ്രാമിൽ നമ്മൾ ആഡ് ചെയ്തേക്കാം. അതായത് ഓരോ ദിവസം ഓരോ ടോപ്പിക്കായിട്ട് നമ്മൾ ടെലഗ്രാമിൽ ആഡ് ചെയ്യുന്നു. നിങ്ങൾ ആ നോട്ട്സ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഈ റേഞ്ചിലാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്? അതായത് ഭയങ്കര ഒരിക്കലും ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത നോട്ട്സ് അല്ല നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾ നോക്കി, ഇവിടെ നമ്മൾ കൊടുക്കുന്ന നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നോട്ട്സ്. അതായത് ഇന്നലെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോയ നോട്ടാണ്. ഇന്നലെ അല്ല, മെനഞ്ഞാന്ന് പോയ നോട്ടാണ്. ഇന്നലെ അതിന്റെ സെക്കൻഡ് പാർട്ടാണ് കൊടുത്തത്. ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ എങ്ങനെയാണ് നോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ്, ഫ്രീഡം മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ ഫ്രം 1905 to 1947. ഇവിടെ ആദ്യം ഒരു ബംഗാൾ പാർട്ടീഷൻ എന്നൊരു സാധനം നമ്മൾ എടുത്തു. ഓക്കെ, അവിടെ അതിന്റെ മാക്സിമം പോയിന്റ്സ്. അത് കഴിഞ്ഞ് NCERT പോയിന്റ്സ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സ്കൂൾ ടെക്സ്റ്റിനകത്ത് ഏതൊക്കെ ആണ് ഇത് പ്ലസ് ആയിട്ട് ആഡ് ആയി വന്നേക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഇവിടെ ബംഗാൾ വിഭജനം തൊട്ട് സ്വദേശി മൂവ്മെന്റ് NCERT പോയിന്റ്സ്, മുസ്ലിം ലീഗിന്റെ NCERT പോയിന്റ്സ് കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ 1909 താഴേക്ക് പോയി. മൊത്തം 37 പേജുള്ള ഒരു നോട്ട്സ് ആണത്. അതിനകത്ത് കൂടുതലും ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, ടെൻഷൻ ആവണ്ട, കുറച്ചേ ഉള്ളൂ. അപ്പൊ ഇവിടെ സ്വരാജ് പാർട്ടി തന്നെ, അത് കഴിഞ്ഞ് അങ്ങനെ താഴേക്ക് പോയിട്ട് ഇവിടെ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് പാർട്ടി, HSR, നെഹ്റു റിപ്പോർട്ട്, പൂർണ്ണ സ്വരാജ്, പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ പോയിട്ട് ഓരോന്നിന്റെയും NCERT പോയിന്റ്സ് എല്ലാം ഇട്ടിട്ട് താഴെ NCERT റെഫറൻസ്. എന്ന് പറഞ്ഞാൽ ഈ നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് NCERTയുടെ ഏതൊക്കെ ക്ലാസ്സസിൽ നിന്നാണ്, ഏതൊക്കെ ചാപ്റ്റേഴ്സിൽ നിന്നാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നോക്കി, ഇപ്പൊ ബംഗാൾ പാർട്ടീഷൻ അതിന്റെ NCERT റെഫറൻസ് എവിടെ അടക്കുന്നത്? ഇതടപ്പുണ്ട് ഇന്ത്യ ആൻഡ് ദ കണ്ടംപററി വേൾഡ് 2 ക്ലാസ് 10 ചാപ്റ്റർ 2. അതിനകത്താണ് നാഷണലിസം ഇൻ ഇന്ത്യ എന്ന ടോപ്പിക്കിനകത്താണ് ഈ ഭാഗം എന്ത് ചെയ്യുന്നത് വരുന്നത്.
അവിടെ നിന്നാണ് നമ്മൾ ഈ മെറ്റീരിയൽ എന്ത് ചെയ്തിരിക്കുന്നത്, ആഡ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ നെക്സ്റ്റ് മുസ്ലിം ലീഗ് 1906. ഓക്കെ, അത് എവിടെ നിന്നാണ് കിടക്കുന്നത്? ക്ലാസ് 12 തീം 11 ദെൻ പാസ് ഓഫ് മോഡേണൈസേഷൻ. ആ ചാപ്റ്ററിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ആഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചാപ്റ്റർ വരെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ NCERT റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ടോപ്പിക്ക് അതിന്റെ NCERT പോയിന്റ്സ്, SCERT പോയിന്റ്സ്, NCERTയിൽ നമ്മൾ എവിടെ നിന്നാണ് ആ സാധനം എടുത്തേക്കുന്നത്, അത് കഴിഞ്ഞ് താഴേക്ക് പോകുമ്പോൾ NCERT റെഫറൻസ് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ചോദിച്ച UPSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, എവിടെ നിന്ന് UPSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻ മൊത്തം എന്ത് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. സോ UPSC റെഫറൻസ് കഴിഞ്ഞാൽ നേരെ താഴേക്ക് പോകുന്നത് UPSCയുടെ മൊത്തം ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ താഴേക്ക് പോകുന്ന കണ്ടായിരുന്നു പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ടോപ്പിക്ക് അതിന്റെ UPSC ക്വസ്റ്റ്യൻസ്, പിന്നെ നമ്മുടെ ഡിഗ്രി ലെവൽ ചോദ്യങ്ങൾ ഉൾപ്പെടെ, മുമ്പ് വന്ന ചോദ്യങ്ങൾ ഉൾപ്പെടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് എത്രയുണ്ട്? ഓരോ ടോപ്പിക്കിനും ഏതാണ്ട് 20 ക്വസ്റ്റ്യൻസ് കണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇത്രയും വലിയൊരു PDF അതിനകത്ത് ആക്കിയിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ മെറ്റീരിയൽ എന്ത് ചെയ്യുന്നത്, ടെലഗ്രാമിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ടെലഗ്രാമിൽ ഫ്രീ ആയിട്ട് കൊടുത്തപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചായിരുന്നു, ഇവർക്ക് ഇത് എന്ത് പറ്റി, വയ്യേ. ഓക്കെ, എന്ന് വെച്ചാൽ നോട്ട്സ് മൊത്തം എന്ത് ചെയ്യുന്നു, ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഇവൻ ബിസിനസ് ആണ്. അങ്ങനെ ബിസിനസ് എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നതിന് തെറ്റാണ്. സർവീസ് ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു ചെറിയ ഫീസ്, നമ്മൾ ചെറുതല്ല, എല്ലാവരും മേടിക്കുന്ന ഫീസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മേടിക്കുന്നുണ്ട്. അപ്പോൾ എന്തിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു? അപ്പൊ ഇത് എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ റീസൺ ഇതാണ്. നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് തന്നെ എന്താണ്? സൂപ്പർ നോട്ട്സ്. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ ഒരു വിഷനിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല മെറ്റീരിയൽസ് എന്ത് ചെയ്യുക, കൊടുക്കുക. ഇവൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബാക്കി എല്ലാവരുടെയും മെറ്റീരിയൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലാസ് എടുത്ത PPT ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നോട്ട്സ് ആയിട്ട് ആഡ് ചെയ്യുന്നത്. ക്ലാസ് എടുക്കുന്ന PPT എന്താണോ അത് നോട്ട്സ് ആയിട്ട് തരും. അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടൊരു നോട്ടോ ബാക്കിയൊന്നും കൊടുക്കത്തില്ല. കുറെ അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള കുറെ സാധനങ്ങൾ ആഡ് ചെയ്ത് എന്ത് ചെയ്യും, നോട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കണ്ടിന്യൂറ്റി പോലും എന്ത് ചെയ്യത്തില്ല, കാണത്തില്ല. അത് ഫസ്റ്റ് എന്ത് ചെയ്യുക, ക്രാക്ക് ചെയ്യും. അതിൽ നിന്നാണ് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് തന്നെ എന്ത് ചെയ്തത്, വന്നത്. സൂപ്പർ നോട്ട്സ് എന്നൊരു പേര് തന്നെ വരാൻ കാരണം. ഇത് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ, നമ്മൾ പ്രൂവ് ചെയ്യണം എന്താണ് നമ്മൾ നമ്മുടെ പെയ്ഡ് ബാച്ചിൽ കൊടുക്കുന്നത് കണ്ടന്റ് എന്ന്. എല്ലാവരും എന്ത് ചെയ്യണം, ഒന്ന് കാണണം. എന്താണ് നമ്മുടെ പെയ്ഡ് സ്റ്റുഡൻസിന് നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ്. അത് നമ്മൾ പുറത്ത് എല്ലാവരെയും കാണിച്ചാൽ എന്ത് ചെയ്യത്തുള്ളൂ, അവർക്കൊരു ഓക്കെ, ഈ തരത്തിലാണ് ഇവിടെ ക്ലാസ്സസ് എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്, നോട്ട്സ് കൊടുക്കുന്നത്. നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും. ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട്, ഇത്രയും മനസ്സിലാകുന്ന രീതിയിൽ ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നോട്ട്സ് കൊടുക്കാൻ പറ്റത്തില്ല. കാര്യം ഒരു വലിയ എഫേർട്ട് ഇതിന്റെ പുറകിലുണ്ട്. ഓരോ ടോപ്പിക് ആയിക്കോട്ടെ, അതിന്റെ പുറകിൽ ഒരു റിസർച്ച് ടീമുണ്ട്. ഓരോ ചാപ്റ്റേഴ്സ് അവർ എന്ത് ചെയ്യണം, NCERT ഐഡന്റിഫൈ ചെയ്യണം. അതിൽ നിന്ന് നോട്ട്സ് എന്ത് ചെയ്യണം, സോർട്ട് ചെയ്തെടുക്കണം. മാത്രമല്ല UPSCയുടെ ക്വസ്റ്റ്യൻസ് ഓരോ വർഷത്തിൽ നിന്ന് എന്ത് ചെയ്യണം, ആഡ് ചെയ്തെടുക്കണം. മാത്രമല്ല ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ഓരോ വർഷം, ഇപ്പൊ 39 ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ് നമ്മൾ ആപ്പിനകത്ത് 39 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് ആ ക്വസ്റ്റ്യൻ എടുക്കുക, അതിനെ സോർട്ട് ചെയ്യുക, അതിന് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക, അതിനെ ആഡ് ചെയ്യാം. ഒരു വലിയ എഫേർട്ട് ഇതിന്റെ പുറകിലുണ്ട്. അപ്പോൾ ഇത്രയും മികച്ച നോട്ട്സും ഇത്രയും മികച്ച ക്ലാസ്സസുമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആപ്പിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഭയങ്കര സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ ഇത്ര നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്നും ഇതേപോലെ പോകണം, അതാണ് ആഗ്രഹം. ഓക്കെ, അപ്പോൾ അത് എല്ലാവരിലേക്ക് എന്ത് ചെയ്യുക, എത്തിക്കുക, ഇതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഈ 50 ടോപ്പിക്കുകളുടെ നോട്ട്സ് നമ്മുടെ ടെലഗ്രാം ചാനൽ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. ഡേ 1, അതായത് ഇപ്പോൾ നമ്മൾ കൊടുത്ത നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്ന് 11ാമത്തെ ദിവസമാണ്. ഇതുവരെ നമ്മൾ കൊടുത്ത നോട്ട്സ് എന്ന് വെച്ചാൽ നോക്കേ, ഇത്രയും ടോപ്പിക്കുള്ള നോട്ട്സ് ആണ് നമ്മൾ കൊടുത്തത്. അതായത് ഇന്നലെ വരെ ഇത്രയും ടോപ്പിക്കുകളുടെ നോട്ട്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഏതൊക്കെയാണ്? ഒന്ന്, ഡേ 1 അറ്റ്മോസ്ഫറിക് ലെയേഴ്സ് കൊടുത്തു, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അടുത്ത സെക്ടേഴ്സ് ഇൻ എക്കണോമി, ദെൻ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അടുത്ത കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആൻഡ് മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ദെൻ ആമുഖം, അതും അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റ് റെവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട്, അമേരിക്ക ആൻഡ് ഫ്രഞ്ച്, അടുത്ത ISRO ആക്ടിവിറ്റീസ് ആൻഡ് അച്ചീവ്മെന്റ്സ്, DRDO, അടുത്ത എമർജൻസീസ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലെ അടിയന്തരാവസ്ഥകൾ. ഇതൊക്കെ പെർഫെക്റ്റ് ഇൻ ഓർഡർ ആണ്, നിങ്ങൾ മാക്സിമം അത് യൂസ് ചെയ്യുക. അടുത്ത സ്ട്രക്ചർ ഓഫ് എർത്ത്, ദെൻ ഫ്രീഡം മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ പാർട്ട് 1, പാർട്ട് 2. ഓക്കെ, ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മുടെ ടെലഗ്രാമിനകത്ത് നമ്മൾ ഓരോ ദിവസം വെച്ച് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങളൊന്ന് ജോയിൻ ചെയ്യുക, ഇത്രയും മെറ്റീരിയൽസ് നിങ്ങൾ യൂസ് ചെയ്യുക, ഇത് പഠിക്കുക. ഇവിടെ നിന്ന് മാത്രമേ എന്ത് വരത്തുള്ളൂ, ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. ഇനി ഇതിനപ്പുറം ഒരു ക്വസ്റ്റ്യൻസ് എന്തില്ല, വരാനില്ല. അത്രയും ഓരോ ടോപ്പിക്കുന്ന പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അടക്കം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ പ്രൂവ് ചെയ്യാണ്, ഇതാണ് സൂപ്പർ നോട്ട്സ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ടോപ്പിക്സ് എന്ത് ചെയ്യുക, ഈ ടോപ്പിക്സ് നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുക, അതിനെ റിവൈസ് ചെയ്യുക.
എങ്ങനെയാവണം നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി. അതിനകത്ത് MEM സ്ട്രാറ്റജി നിങ്ങൾ യൂസ് ചെയ്യാം. അതായത് ഡിഗ്രി ലെവലിന്റെ ഒരു സിലബസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാത്സ് എത്ര മാർക്ക് കൊണ്ടുവരാം? മാത്സ് വന്നിട്ട് 20 ക്വസ്റ്റ്യൻസ്, മാത്സും റീസണിങ് കൂടെ ചേർത്തിട്ട് 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് ആണെങ്കിലോ 20 ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. മലയാളം വന്നിട്ട് 10 ക്വസ്റ്റ്യൻസ് 10 മാർക്ക്. ഇപ്പോൾ തന്നെ എത്ര മാർക്കായി? 50 മാർക്കായി. നമ്മൾ ഇതുവരെയുള്ള ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുകയാണെങ്കിൽ GK നല്ല പാടായിരിക്കും, പക്ഷെ ഇംഗ്ലീഷ് മാത്സ് മലയാളം എന്ത് ചെയ്തിട്ടില്ല, ഘടിപ്പിച്ചിട്ടില്ല. ഇവിടെ എപ്പോഴും ആവറേജ് റേഞ്ചിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇവിടെ നമുക്ക് നന്നായിട്ട് പഠിച്ചാൽ 40 മാർക്ക് മിനിമം എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് നേരെ നമുക്ക് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. വരുന്ന ദിവസങ്ങളിൽ അതിന്റെ നോട്ട് നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അത്രയും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഫുള്ള് കിട്ടിയില്ലെങ്കിൽ പോലും ഒരു 7 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാം. ദെൻ ഹിസ്റ്ററി വന്നിട്ട് 10 മാർക്കാണ്. അവിടെയും നമുക്ക് വേൾഡ് ഹിസ്റ്ററി പഠിച്ചാൽ, അതായത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ, ഇത്രയും മാത്രം പഠിച്ചാൽ അവിടെ ഒരു 4 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ കൃത്യമായിട്ടൊരു സ്ട്രാറ്റജിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, പ്രിലിംസിനെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. ഓക്കെ, അതായത് നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് 500 ടോപ്പിക്ക് പഠിച്ചാലും പ്രിലിംസ് പാസ്സാവാൻ പറ്റും. 100 ടോപ്പിക്കൽ അല്ലെങ്കിൽ 70 ടോപ്പിക്കൽ പഠിച്ചാലും പ്രിലിംസ് പാസ്സാവാൻ പറ്റും. അപ്പോൾ ഏതാണ് നല്ലത്? 70 ടോപ്പിക്ക് പഠിക്കുക, അതിൽ എഫേർട്ട് കൊടുക്കുക, അതിൽ റിസൾട്ട് ഉണ്ടാക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പൊ ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫോളോ ചെയ്യുക. അതിന്റെ മെറ്റീരിയൽസ്, ക്വസ്റ്റ്യൻസ് ആര് തരാം? നമ്മൾ തരാം, നമ്മളുണ്ട് നിങ്ങളുടെ കൂടെ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഒരു ഡിഗ്രി ലെവൽ ബാച്ച് നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യാണ്. ഡിഗ്രിയുടെ ക്രാഷ് ബാച്ച് നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇന്നതിന്റെ ഓറിയന്റേഷൻ സെഷൻ ആണ്. നാളെ തൊട്ടാണ് ക്ലാസ്സസ് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ആവുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ക്ലാസ്സസ് ഒക്കെ ഒരു ക്ലാസ് പോലും എന്ത് ചെയ്യത്തില്ല, നിങ്ങളൊരു മോശം പറയത്തില്ല. ആ നിലവാരത്തിലുള്ള ക്ലാസ്സസ് ആയിരിക്കും. അത് ഓരോ ക്ലാസ്സും നമ്മൾ എന്ത് ചെയ്യും, എൻഷുർ ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ നാളെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഡിഗ്രിയുടെ ഏറ്റവും പുതിയ ക്രാഷ് ബാച്ച്. താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. അപ്പൊ ഇന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ 4999 രൂപയാണ് കോഴ്സിന്റെ ഫീ വരുന്നത്. ഇപ്പോൾ ഒരു ഓഫർ ഉണ്ട്. നിങ്ങൾക്ക് 4299 രൂപയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബാച്ചിൽ നമ്മൾ കൊടുക്കുന്ന ഒരു പ്ലസ് ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇംഗ്ലീഷ് നോട്ട്സ് ആണ് നമ്മുടെ ടെലഗ്രാമിൽ നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ നമ്മുടെ ആപ്പിനകത്ത് വരുന്നത് ഏതൊക്കെ നോട്ട്സ് ആണ്? ഒന്ന് റിസർച്ച് ടീമിന്റെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും, അത് ഇംഗ്ലീഷും കിട്ടും, മലയാളം കിട്ടും. അതായത് ടെലഗ്രാമിൽ കൊടുക്കുന്നതിന്റെ മലയാളം നോട്ട്സും കൂടെ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് ഓരോ ഫാക്കൽറ്റീസ് കൊടുക്കുന്ന നോട്ട്സ്, ഇത് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടിയിരിക്കും. ഓക്കെ, പിന്നെ ക്ലാസ്സസ്, ക്വസ്റ്റ്യൻസ്, ഡെയിലി ഓരോ ടോപ്പിക്ക്, അതിന്റെ ടെസ്റ്റ്, അത് കഴിഞ്ഞ് വീക്ക്ലി എക്സാംസ്, then അത് കഴിഞ്ഞ് നമ്മളിവിടെ ആഡ് ചെയ്യുന്ന റിസർച്ച് ടീമിന്റെ വകയായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഇഷ്ടംമാതിരി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക, അവസരം കളയേണ്ട, നന്നായിട്ട് വർക്ക് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിൽ കാണാം. സോ താങ്ക് യു ഓൾ.